Hello students, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത് u പ്ലസ് വി ഈക്വൽ ടു യു വി എന്നും കെ യു ഈക്വൽ ടു യു റേസ് ടു കെ എന്നും തന്നിരിക്കുന്ന പോസിറ്റീവ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻസ്. അപ്പോൾ ആ സെറ്റ് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റ് അണ്ടർ ദീസ് ഓപ്പറേഷൻ വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അസോസിയേറ്റിവിറ്റി വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്കൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് 1 പ്ലസ് യു ചെയ്യുമ്പോൾ യു തന്നെ ആൻസർ കിട്ടണം. അപ്പോൾ മീൻസ് ഐഡൻറ്റിറ്റി പ്ലസ് യു ചെയ്യുമ്പോൾ അത് തന്നെ ആൻസർ കിട്ടണം. അപ്പോൾ ഇവിടെ 0 എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സിൽ നിന്നല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 0 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 പ്ലസ് യു ഈക്വൽ ടു 0 ഇൻറ്റു യു ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. നമുക്ക് യു തന്നെയാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 1 ഐഡൻറ്റിറ്റി ആയിട്ട് സെലക്ട് ചെയ്തത്. കാരണം 1 എന്നുള്ള പോസിറ്റീവ് നമ്പർ ഐഡൻറ്റിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് യു ചെയ്യും നമുക്ക് 1 ഇൻറ്റു യു എന്നാണ് ഡെഫിനേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു യു തന്നെ കിട്ടും. കണ്ടോ? അപ്പോൾ അതിവിടെ 0 അല്ല ഇവിടുത്തെ ഐഡൻറ്റിറ്റി ആയിട്ട് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നത്. അഡീഷൻ്റെ ഡെഫിനേഷൻ വ്യത്യാസം വന്നപ്പോൾ അതനുസരിച്ച് ഇവിടുത്തെ ഐഡൻറ്റിറ്റിക്കും വ്യത്യാസം വന്നു. ഇവിടെ 0 എടുത്താൽ യു എന്നുള്ളത് ആൻസർ കിട്ടില്ല. അപ്പോൾ യു എന്നുള്ള ആൻസർ കിട്ടണം. അതാണ് ഐഡൻറ്റിറ്റിയുടെ പ്രത്യേകത. അപ്പോൾ 1 എടുത്താലാണ് അത് ഐഡൻറ്റിറ്റി ആയിട്ട് എടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് 1 ആണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി കേട്ടോ. കണ്ടോ? വ്യത്യാസം മനസ്സിലാക്കണം. ഓരോ കോണ്ടെക്സ്റ്റിലും വരുന്ന വ്യത്യാസമാണത്. അതുപോലെ തന്നെ ഇവിടെ ഏത് പോസിറ്റീവ് നമ്പർ യു എടുത്താലും നമുക്ക് എന്ത് കിട്ടണം? ഇവിടുത്തെ ഐഡൻറ്റിറ്റി എന്താണോ അതും കിട്ടണം. അതിൽ നിന്നാണ് നമുക്ക് ഇൻവേഴ്സ് കിട്ടുന്നത്. ആ എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഐഡൻറ്റിറ്റി ഉത്തരം കിട്ടണം. ഇവിടുത്തെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആ യുവും അതിൻ്റെ ഇൻവേഴ്സും കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് ഉത്തരം കിട്ടണം. അപ്പോൾ 1/u എടുത്താലാണ് നമുക്ക് 1 എന്ന് ഉത്തരം കിട്ടുള്ളൂ. കാരണം u പ്ലസ് 1/u എന്ന് പറഞ്ഞാൽ അത് u ഇൻറ്റു 1/u ആണ് അല്ലേ? അത് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 എന്ന് ഉത്തരം കിട്ടുക. ഇവിടെ മൈനസ് യു എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 0 എന്നാണ് ഉത്തരം കിട്ടുക അല്ലേ? 0 അല്ല നമ്മുടെ ഇവിടുത്തെ ഐഡൻറ്റിറ്റി, 1 ആണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി. അപ്പോൾ 1 കിട്ടുന്ന രീതിയിലാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1/u ആണ്. യു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 1/uവും പോസിറ്റീവ് നമ്പർ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. ആ 2 സ്റ്റെപ്പ് നമ്മൾ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ഐഡൻറ്റിറ്റി ഏതാ ഇൻവേഴ്സ് ഏതാന്ന് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. തന്നിരിക്കുന്ന ഓപ്പറേഷൻ്റെ ഡെഫിനേഷൻ എന്താണോ അതനുസരിച്ച് വേണം ആലോചിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് ഉദ്ദേശം എന്നുള്ളത് നോക്കിയിട്ട് ആരാണത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അയാളാണ് അവിടുത്തെ ഐഡൻറ്റിറ്റി. അല്ലാതെ എപ്പോഴും 0 ആയിരിക്കണം ഐഡൻറ്റിറ്റി നിർബന്ധമൊന്നുമില്ല. അതനുസരിച്ച് ഓപ്പറേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മെമ്പറും അതിൻ്റെ ഐഡൻറ്റിറ്റിയും കൂടി ആക്ട് ചെയ്യുമ്പോൾ അയാളെ തന്നെ ഉത്തരമായിട്ട് കിട്ടണം. ആ രീതിയിലാണ് നമ്മളിവിടെ 1 സെലക്ട് ചെയ്തത്. ഇവിടെ ഒരു മെമ്പറും അതിൻ്റെ ഇൻവേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി ഉത്തരമായിട്ട് കിട്ടണം. ആ രീതിയിലാണ് നമ്മളിവിടെ 1/u സെലക്ട് ചെയ്തത്. നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അത് ഓരോ കോണ്ടെക്സ്റ്റിലും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് എന്താണെന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, പിന്നീട് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പറയുമ്പോൾ കെ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു ഇവിടെ നമുക്ക് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ യു വി ദ ഹോൾ റേസ് ടു കെ എന്നാണ് വരിക. യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ യു വി, പിന്നെ കെ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുമ്പോൾ അത് യു വി റേസ് ടു കെ. ഇതിൽ നമുക്ക് യു റേസ് ടു കെ വി റേസ് ടു കെ എന്ന് എഴുതാം. ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇറ്റ് ഈസ് യു റേസ് ടു കെ ഇൻറ്റു വി റേസ് ടു കെ കിട്ടും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഇതും അതെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇത് 3 എണ്ണം അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ലാസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ കെ ഈക്വൽ ടു 1 എന്നുള്ള നമ്പർ തന്നെയാണ് ഇവിടെ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 1 ഇൻറ്റു യു ചെയ്യുമ്പോൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഇറ്റ് ഈസ് യു റേസ് ടു 1 ആണ് വരിക. യു റേസ് ടു കെ എഴുതുന്ന മാതിരി യു റേസ് ടു 1. അപ്പോൾ യു തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ 1 ഇൻറ്റു യു ഈക്വൽ ടു യു എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ലാസ്റ്റ് പറയുന്ന കോൺസ്റ്റൻറ്റ് 1 തന്നെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അത് വെക്റ്റർ സ്പേസ് ആണ്. നമുക്കതിൽ നിന്ന് പ്രൂവ് ചെയ്യാം. കണ്ടോ? ഓരോ ഓപ്പറേഷൻസ് മാറി മാറി വരുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങളിലും വ്യത്യാസം വരുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അടുത്തതൊരു തിയറാണ്. ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ് ആൻഡ് യു ഈസ് എ വെക്റ്റർ ഇൻ വി ആൻഡ് കെ ഈസ് എനി സ്കെയിലാർ ദെൻ 0 ഇൻറ്റു യു ഈക്വൽ ടു 0, k ഇൻറ്റു 0 ഈക്വൽ ടു 0, -1 ഇൻറ്റു യു ഈക്വൽ ടു -u ആൻഡ് കെ യു ഈക്വൽ ടു 0 ദെൻ കെ ഈക്വൽ ടു 0 ഓർ യു ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് വണ്ണിൻ്റെ പ്രൂഫ് നമുക്കറിയാം. 0 ഇൻറ്റു യു 0 യു പ്ലസ് 0 യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി യൂസ് ചെയ്തതിന് നമുക്ക് 0 പ്ലസ് 0 ഇൻറ്റു യു എന്ന് എഴുതാൻ പറ്റും. 0 പ്ലസ് 0 നമുക്ക് 0 ആണെന്നറിയാം. അപ്പോൾ അത് 0 യു. രണ്ട് സൈഡിലും -0u കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 0 പ്ലസ് 0u 0 അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും, എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ 0 എന്നുള്ളത് ഐഡൻറ്റിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. അതിൻ്റെ വാല്യൂ എപ്പോഴും 0 ആവണം എന്നില്ല. മെട്രിക്സ് ആവാം, എൻ ട്യൂപ്പിൾ ആവാം. ഇപ്പം തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ ഈ ഐഡൻറ്റിറ്റി 1 ആയിരുന്നു.
അപ്പോൾ അത് മാറി മാറി വരാം. അതുകൊണ്ട് ഇതെന്തിനാ ഇങ്ങനെ എഴുതുന്നതെന്ന് ചിന്തിക്കേണ്ട. 0u എന്ന് പറഞ്ഞാൽ 0 അല്ലേ എന്ന് ഡയറക്റ്റ് എഴുതിക്കൂടെ എന്ന് ചിന്തിക്കേണ്ട. കാരണം ഇതെപ്പോഴും 0 എന്നുള്ളതൊരു ലെറ്റർ, ഒരു സിമ്പൽ മാത്രമാണ്. അത് വാല്യൂ എപ്പോഴും 0 ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് അതിന് ഈ രീതിയിൽ പ്രൊസീഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അല്ലെ പിന്നെ നമുക്ക് സുഖമായിരുന്നില്ല, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും -0u ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു മെമ്പറും അതിൻ്റെ നെഗറ്റീവും, അതായത് ഇൻവേഴ്സും കൂടെ ചേർന്നാൽ 0 കിട്ടും എന്നറിയാം. അപ്പോൾ 0 എഴുതുക, ഇവിടെ അത് 0 കിട്ടും. 0 ഐഡൻറ്റിറ്റിയോട് കൂടി ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എലമെൻറ്റ് 0u തന്നെ കിട്ടും. അങ്ങനെ 0u = 0 എന്ന് കിട്ടും. അതങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, വേറെ രീതിയിൽ ചെയ്താൽ തെറ്റും. അടുത്തത് k × 0 + 0 നമുക്ക് k0 + k0 എന്ന് എഴുതാം. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി യൂസ് ചെയ്തിട്ട് ദാറ്റ് ഈസ് k0, 0 + 0 നമുക്ക് 0 ആണെന്നറിയാം. അപ്പോൾ k0 = k0 + k0. നേരത്തെ പോലെ തന്നെ -k0 രണ്ട് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. അടുത്തത് c, u + -1 × u = നമുക്ക് ഈ യുവിനെ നമുക്ക് 1 × u എന്ന് എഴുതാമല്ലോ. ആക്സിയം 10 യൂസ് ചെയ്തിട്ട് u = 1 × u എന്ന് എഴുതാം. അപ്പോൾ 1 × u + -1 × u. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി വെച്ചിട്ട് ഇതിനെ 1 + -1 × u എഴുതാം. ദാറ്റ് ഈസ് 0 × u എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 + -1 0 ആണെന്ന് നമുക്കറിയാം. അതായത് ഒരു നമ്പറും അതിൻ്റെ നെഗറ്റീവും, ഒരു മെമ്പറും അതിൻ്റെ നെഗറ്റീവുമാണ് വരുന്നത്. 0u = 0 നമ്മളിപ്പോൾ പാർട്ട് എയിൽ പഠിച്ചു. അപ്പോൾ u + -1 × u = 0 എന്ന് കിട്ടും. അപ്പോൾ -1 × u നിർത്തിയിട്ട് ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് -u എന്നാവും. അപ്പോൾ -1 × u = -u എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ വരും, -1 × u -u ആണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടെയെന്ന്. പക്ഷേ അത് സാധാരണ നമ്മുടെ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ, റിയൽ നമ്പേഴ്സിൻ്റെ ഒക്കെ കേസിലാണ് നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ വെക്റ്റർ സ്പേസ് എന്ന് പറയുമ്പോൾ അതിലെ സെറ്റ് മാറി വരാം, അതിലെ എലമെൻറ്റ്സ് മാറി വരാം, അതിലെ ഓപ്പറേഷൻസ് മാറി വരാം. അങ്ങനെ കുറേ മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാത്തിലും ഇത് ഹോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വെക്റ്റർ സ്പേസിൽ അത് ഹോൾഡ് ചെയ്യും തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനൊരു സെപ്പറേറ്റ് പ്രൂഫ് നമുക്കിതുപോലെ കൊടുക്കേണ്ടി വന്നത്. നമ്മുടെ ഒരു നമ്പേഴ്സ് പറയുമ്പോൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇത് ശരിയല്ലേ എന്ന് തോന്നും. പക്ഷേ വെക്റ്റർ സ്പേസ് എന്നുള്ള കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിങ്ങനെ തന്നെ പ്രൂവ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം നമ്പേഴ്സിന് ഹോൾഡ് ചെയ്യുന്നതെല്ലാം വെക്റ്റർ സ്പേസിന് ഹോൾഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യുക തന്നെ വേണം. ലാസ്റ്റത്തെ ku = 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ k ഒരു സ്കെയിലാറും u ഒരു വെക്റ്ററുമാണ്. വെക്റ്റർ മീൻസ് വെക്റ്റർ സ്പേസിലെ എലമെൻറ്റിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് 0 ആണ് എങ്കിൽ k ഒരു നോൺ സീറോ സ്കെയിലാർ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, u 0 ആയിരിക്കും. ഇനി അതല്ല u ≠ 0 ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, k = 0 ആയിരിക്കും. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഈ പറയുന്ന റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അതൊരു വെക്റ്റർ സ്പേസ് ആണ്. പക്ഷേ അതിന് ഹോൾഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റ് വെക്റ്റർ സ്പേസുകൾക്ക് ഹോൾഡ് ചെയ്തോളം എന്നില്ല. അതുകൊണ്ട് അതാണ് ഈ തിയറത്തിൻ്റെ പ്രസക്തി ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ നമുക്കിത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നും. പക്ഷേ ഇത് മറ്റ് വെക്റ്റർ സ്പേസുകളെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ നമ്മളത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് റിയൽ നമ്പേഴ്സിനെയോ യൂഷ്വൽ അഡീഷനെയോ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. ഓക്കെ.